ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ് ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാർവൽ ഓഫ് മാഗ്നറ്റിക് റെൽം, കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ ഈ ചാപ്റ്ററിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഇനി ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അത് യൂസ്ഫുൾ ആവും. ഇതിൻ്റെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. റെഡി. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് വസ്തുക്കളെ പറ്റിയിട്ടാണ്, രണ്ട് ടൈപ്പ് സബ്സ്റ്റൻസുകളെ പറ്റിയിട്ടാണ്. ഒന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കാന്തിക വസ്തുക്കൾ. എന്താണ് ഈ കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന ആണി, അയൺ നെയിൽ അല്ലേ, പിന്നെ ഈ പേപ്പർ ക്ലിപ്പ്, പിന്നെ ഇതുപോലത്തെ കോബാൾട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ വടികൾ ഉണ്ടാവും, സ്റ്റിക്ക് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, അതിലേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യപ്പെടും, ഒട്ടിപ്പിടിക്കും, ആ മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിക്കും അല്ലേ. അപ്പോൾ മാഗ്നറ്റ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ അതിലേക്ക് ഒട്ടിപ്പിടിക്കും, പിന്നെ ആണികളൊക്കെ അതിലേക്ക് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാഗ്നറ്റിനോട് ഒട്ടിപ്പിടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ അഥവാ കാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കുക. ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്, മാഗ്നറ്റിനോട് അട്രാക്ട് ചെയ്യപ്പെടും, ഒട്ടിപ്പിടിക്കും. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും അതിലേക്ക് ഒട്ടിപ്പിടിക്കും ഇല്ല. ചില ആൾക്കാർ എനിക്ക് മൈൻഡൊന്നും ഇല്ല, മാഗ്നറ്റ് ഒന്നും എനിക്ക് വിലയില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. അതാരൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പേപ്പർ. ഒരു പേപ്പർ മാഗ്നറ്റിന് ഒട്ടുമോ? ഒരിക്കലും ഇല്ല. പ്ലാസ്റ്റിക്, ഗോൾഡിനടുത്ത് കൂടെ കൊണ്ടുപോയി നമ്മൾ വിചാരിക്കും ഒട്ടില്ല. മരക്കഷ്ണം, ഇവരൊന്നും എന്ത് ചെയ്യില്ല, മാഗ്നറ്റിനോട് അല്ലെ കാന്തത്തിനോട് ഒട്ടില്ല, അല്ല അട്രാക്ട് ചെയ്യപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ അഥവാ കാന്തികമല്ലാത്ത അകാന്തിക വസ്തുക്കൾ നമ്മൾ വിളിക്കും. കാന്തികമല്ലാത്ത വസ്തുക്കൾ അല്ല അകാന്തിക വസ്തുക്കൾ. അപ്പൊ രണ്ട് ടൈപ്പ് സബ്സ്റ്റൻസുകൾ പഠിച്ചു വെക്കുക. എക്സാമ്പിൾ പഠിച്ചു വെക്കണം, പരീക്ഷ ചോദിക്കുകയെ. അയൺ നെയിൽ, നിക്കൽ എന്ന് പറഞ്ഞാൽ അഥവാ പേപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം, നിക്കൽ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ അല്ലെ എലമെന്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിക്കൽ എന്ന് കൊടുത്തിരിക്കുന്നത്. കോബാൾട്ടിന്റെ സ്റ്റിക്ക്, ഇതൊക്കെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പഠിച്ചു വെച്ചോ, പരീക്ഷയിൽ ചോദിക്കും. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് അല്ലെ, മരം, സ്വർണം, പ്ലാസ്റ്റിക്, പേപ്പർ ഒക്കെ എന്താണ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്, കാന്തികമല്ലാത്ത അല്ല അകാന്തിക വസ്തുക്കളാണെന്നുള്ള കാര്യം കൂടെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായെങ്കിൽ എല്ലാവരും യെസ് സർ എന്ന് പറയാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇവിടുന്ന് എന്തായാലും ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾ വെച്ചിട്ടൊരു ചോദ്യം നിങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്തോളൂ. ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ എക്സാമിന്റെ തലേന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ലൈവിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എക്സാമിന്റെ തലേന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ലൈവിൽ ഫുൾ ചോദ്യങ്ങളായിരിക്കും. എക്സാമിൽ നിങ്ങൾ കാണാവുന്ന ചോദ്യങ്ങൾ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കണം. എന്നാലും ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനാണ് നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നത്. എക്സാമിന് തലേന്ന് ഫുൾ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവും, ഒന്നും റിവിഷൻ ഉണ്ടാവില്ല, ഫുൾ ചോദ്യങ്ങൾ. മനസ്സിലായില്ല? അപ്പൊ ഇപ്പൊ റിവിഷൻ ചെയ്യാം, അപ്പൊ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, റെഡി. അടുത്ത മുമ്പ് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് പോൾസ് അഥവാ കാന്തിക ധ്രുവങ്ങളെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് പോൾ? മക്കൾ ഏതൊരു മാഗ്നറ്റ് എടുത്താലും, ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബാർ കാന്തമാണ്, ബാർ മാഗ്നറ്റ് ആണ്. അതിന് രണ്ട് അറ്റങ്ങൾ ഉണ്ടാവും, ഒരറ്റ ഇവിടെ, ഒരറ്റ അവിടെ. ഒരറ്റത്ത് എന്തുണ്ടാവും? N എന്ന് എഴുതിയ എന്താണ്? അതിൻ്റെ നോർത്ത് പോളാണ്, ഉത്തര ധ്രുവമാണ്. അപ്പുറത്ത് ഞാൻ S എന്ന് എഴുതിയില്ലേ, മറ്റേ അറ്റത്ത് ഞാൻ S എന്ന് എഴുതി എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ സൗത്ത് പോളാണ്. എന്നല്ല, ഇവിടെ P ആണ്, സൗത്ത് പോളാണ് അഥവാ ദക്ഷിണ ധ്രുവമാണ്. അപ്പൊ ഏത് മാഗ്നറ്റ് നിങ്ങൾ ലോകത്ത് എടുത്താലും അത് രണ്ട് പോൾസ് ഉണ്ടാവും, പോളാണ് അഥവാ നോർത്ത് പോൾ ആയിരിക്കും, മറ്റേതിന്റെ സൗത്ത്. അപ്പൊ ഏത് മാഗ്നറ്റ് നിങ്ങൾ ലോകത്ത് എടുത്താലും അത് രണ്ട് പോൾസിന്റെ പ്രത്യേകത എന്താണ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് ഇരുമ്പ് പൊടി, ഏത് മാഗ്നറ്റ് നിങ്ങൾ ലോകത്ത് എടുത്താലും ഇരുമ്പ് പൊടി പോൾസിന്റെ പ്രത്യേകത എന്താണ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് ആ ഇരുമ്പ് പൊടി മാഗ്നറ്റിനോട് അട്രാക്റ്റഡ് ആവുമോ? തീർച്ചയായിട്ടും ആവും. കാരണം ഇരുമ്പ് എന്താണ്? ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. മാഗ്നറ്റിനോട് അട്രാക്റ്റഡ് ആയിട്ട് മാഗ്നറ്റ് ഒട്ടിയിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഒട്ടിയിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഒട്ടിയിരിക്കുന്നത് അതിൻ്റെ പോൾസിലല്ലേ, ധ്രുവങ്ങളിലല്ലേ. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ മാഗ്നറ്റ്, ആ ഒരു അയൺ പൗഡർ ഒട്ടിയിരിക്കുന്നത് അതിൻ്റെ ധ്രുവങ്ങളിലാണ്. അതെന്തുകൊണ്ടാ? കാരണം ഈ ധ്രുവങ്ങളിലായിരിക്കും, ഈ പോൾസിലായിരിക്കും മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത്. മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്, ശക്തി, കാന്തിക ശക്തി ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. അപ്പൊ സാർ നടുവിലൊക്കെയോ? നടുവിൽ സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും.
അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കണം. ഇത് വെച്ചിട്ട് എന്തായാലും ചോദ്യം വരും, പരീക്ഷ ചോദിക്കും. മാഗ്നറ്റിൻ്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, കാന്തിക ശക്തി ഉള്ളത്, അതിൻ്റെ ധ്രുവങ്ങളിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, യൂഷ്വലി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഈസ് സ്ട്രോങ്ങർ അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അറ്റങ്ങളിലെ സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. These ends with stronger force of attraction are called magnetic poles. Every magnet has 2 poles. ഏത് മാഗ്നറ്റിനും നോർത്തും സൗത്തും 2 പോൾ ഉണ്ടാവുന്നതായി മനസ്സിലാക്കാം. ഓക്കെ, ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഓക്കെ, ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്, നോർത്തും സൗത്തും. ഒരിക്കലും നോർത്ത് മാത്രമായിട്ടോ സൗത്ത് മാത്രമായിട്ടോ പറ്റില്ല. ഓക്കെ, അപ്പം മാഗ്നറ്റിക് പോൾസ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ എല്ലാവരും യെസ് സർ എന്ന് പറഞ്ഞേ. എല്ലാവരും യെസ് സർ എന്ന് പറഞ്ഞേ. മാഗ്നറ്റിക് പോൾസ് സിമ്പിൾ. അപ്പം നമ്മൾ മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ പറ്റി പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു, ചോദ്യം വരും. മാഗ്നറ്റിക് പോൾസ് എന്താണെന്ന് പഠിച്ചു, നോർത്ത് സൗത്തും ഉണ്ടാവും. എന്ന് മാത്രമല്ല നോർത്തിലും സൗത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്, ആകർഷണ ബലം ഉള്ളതും കാന്തിക ശക്തി ഉള്ളത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളത്. അതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയിട്ടാണ്, കാന്തിക മണ്ഡല രേഖകളെ പറ്റിയിട്ടാണ്. ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് പോൾ ഉണ്ടാവുന്നുള്ള കാര്യം പഠിച്ചു. അത് മാത്രമല്ല അതിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. നോർത്ത് നിന്ന് സൗത്തിലേക്ക് കുറേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. പിന്നെ വേറെയും കുറേ ഉണ്ടാവും. ഇതൊന്ന് വരയ്ക്കാൻ പഠിച്ചു വെച്ചാൽ പരീക്ഷ ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കാം. സിമ്പിളാണ്. നിങ്ങൾ 2 വര നോർത്ത് നിന്ന് സൗത്തിലേക്ക് എടുക്കുക, ആരോ കൊടുക്കണേ നോർത്ത് സൗത്തിലേക്ക്, ഒന്നും കൂടി എടുക്കുക, ഇതിൽ കൂടെ താഴെ കൂടി അങ്ങനെ എടുക്കുക. നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരു വര, നോർത്ത് സൗത്തിലേക്ക് 2ാമത്തെ വര. ഇത്രയും വരയ്ക്കാൻ പറ്റിയില്ലേ? പിന്നെ വളരെ സിമ്പിളാണ്, ഒരു 3 എണ്ണം നോർത്തിലേക്ക് വെറുതെ വരുന്ന പോലെ ആക്കാം. ഒരെണ്ണം നേരെ വരുന്നു, ഒരെണ്ണം താഴെക്കൂടെ വരുന്നു. എല്ലാം നോർത്തിലേക്ക് വരില്ല, എല്ലാം നോർത്തിൽ നിന്ന് പുറത്തേക്ക് പോകട്ടോ, എല്ലാം നോർത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതേപോലെ സൗത്തിലേക്ക് ഒരെണ്ണം ഇങ്ങനെ വരുന്നു, ഒരെണ്ണം നേരെ വരുന്നു, ഒരെണ്ണം താഴെക്കൂടെ വരുന്നു. എല്ലാം സൗത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുക. കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി. അപ്പോൾ മുകളിലും താഴെ 2 എണ്ണം വീതം നോർത്ത് നിന്ന് സൗത്തിലേക്ക് പോകുന്നു. പിന്നെ നോർത്ത് നിന്ന് എങ്ങോട്ടോ 3 എണ്ണം പുറത്തേക്ക് പോകുന്നു, സൗത്തിലേക്ക് ഒരു 3 എണ്ണം വരുന്നു. ഈ രീതി വരച്ച പരിപാടി 100% മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് കാണിക്കാൻ പറ്റും പരീക്ഷയിൽ. ഇതുപോലെ ക്ലിയർ ആണല്ലോ സാർ? ഇവിടെ 1, 2, 3, 4, 5, 6 അത്രയും ഉണ്ടല്ലോ. അത്രയും വരയ്ക്കണം പരീക്ഷയിൽ? വേണ്ട, അത്രയും വരയ്ക്കണ്ട. പരീക്ഷയിൽ നിങ്ങൾ 3 എണ്ണം വീതം അപ്പുറത്തും ഇപ്പുറത്തും വരയ്ക്കുക, 2 എണ്ണം താഴെ മുകളിലും വരയ്ക്കുക. അപ്പം കാന്തിക മണ്ഡല രേഖകൾ മാഗ്നറ്റിൻ്റെ ചുറ്റും വരയ്ക്കാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. സാധാരണ അങ്ങനെ പരീക്ഷ ചോദിക്കാറില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനറുടെ കുട്ടികൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല, നിങ്ങൾക്ക് അറിയണം. വെറുതെ ഒന്ന് വരച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കണ്ട മാഗ്നറ്റ് ഏതാണ്? ഇത്രയെന്ന് വരും, ബാർ മാഗ്നറ്റ് ആണ് അല്ലേ, ബാർ കാന്തമാണ്. അതല്ലാത്ത കുറേ ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് പരീക്ഷയിൽ എന്തായാലും ചോദ്യം വരും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം വരും. ഈ മാഗ്നറ്റ് ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയണം അതിൻ്റെ പേരെന്താണ്. മാത്രമല്ല മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. കുറേ മാഗ്നറ്റ് ഇവിടെ കൊടുക്കും, അതിൻ്റെ പേരുകൾ കൊടുക്കും, ഇതിന് മാച്ച് ചെയ്യാൻ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെ പേര് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിൻ്റെ പേരുകൾ പഠിച്ചു വെക്കാം. ഇതെന്താണ് മക്കളെ? ഈ ഒരു ഷേപ്പിലുള്ള മാഗ്നറ്റ് നമ്മൾ ഹോർസ് ഷൂ മാഗ്നറ്റ് അഥവാ ലാട കാന്തത്തെന്നാണ് മലയാളത്തിൽ വിളിക്കുക. ഹോർസിൻ്റെ കാലിൽ കൊടുക്കുന്ന മാഗ്നറ്റ് അല്ല, ആ ഒരു സാധനമുണ്ട്, ആ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് നമ്മളിതിനെ ഹോർസ് ഷൂ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ബാർ പോലത്തെ ഒരു ബാർ അല്ലേ, അപ്പോൾ ബാർ മാഗ്നറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. സിലിണ്ടർ ഷേപ്പുള്ള മാഗ്നറ്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? സിലിണ്ടർ ഷേപ്പ് അല്ലേ, നമ്മളെന്താ വിളിക്കുക? സിലിണ്ടറിക്കൽ മാഗ്നറ്റ് അഥവാ മലയാളത്തിൽ സിലിണ്ടറിക്കൽ മാഗ്നറ്റ് എന്ന് വിളിക്കും. ഇത് നമ്മളെന്താണ്, നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൂചിയില്ലേ, അതിന് നമ്മളെന്താ വിളിക്കുക? മാഗ്നറ്റിക് നീഡിൽ അഥവാ കാന്ത സൂചി. ഇതൊരു ഓവൽ ഷേപ്പിലുള്ള മാഗ്നറ്റ് അല്ലേ, ഓവൽ മാഗ്നറ്റ് എന്ന് വിളിക്കും, ഓവൽ കാന്തം. സിമ്പിളാണ് ഇവരുടെ പേരൊക്കെ. അതേപോലെ തന്നെ വേറെ കുറച്ച് മാഗ്നറ്റ്സ് ഉണ്ട്. യു ഷേപ്പിലുള്ള മാഗ്നറ്റ് യു മാഗ്നറ്റ് അഥവാ യു കാന്തം. ഡിസ്ക് പോലെയുള്ള മാഗ്നറ്റ് ഡിസ്ക് മാഗ്നറ്റ് അഥവാ ഡിസ്ക് കാന്തം. റിങ് പോലത്തെ ഉള്ള മാഗ്നറ്റ്, റിങ് അല്ലേ, ഒരു റിങ് മാഗ്നറ്റ് റിങ് കാന്തം. സിമ്പിൾ പേരാണ്. ഇതിൽ മിക്ക കുട്ടികൾ കൺഫ്യൂഷൻ വരിക, സാർ ഈ യു മാഗ്നറ്റ് ഹോർസ് ഷൂ മാഗ്നറ്റ് സെയിം അല്ലേ എന്ന്. സെയിം അല്ല. യു എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് യു ഷേപ്പിലായിരിക്കും, ദാറ്റ് ഈസ് ഇവിടെ സ്ട്രെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഹോർസ് ഷൂ മാഗ്നറ്റ് നിങ്ങൾ നോക്കി മനസ്സിലാവും, ഇത് ഇവിടെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും അല്ലേ, ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പം ഇവിടെ യു ആണ് ഇങ്ങനെ നേരെ ആയിരിക്കും ഉണ്ടാവും, യു ഷേപ്പ് പോലെ ആയിരിക്കും. ഈ ഹോർസ് ഷൂ ആണെങ്കിൽ ഇത് വടി പോലെ അല്ല ഉണ്ടാവുക, ഞാൻ ഒന്നുകൂടി വരച്ചുതരാം. ഇങ്ങനെ ഒരു വളവുണ്ടാവും, ഉണ്ടോ?
ഉള്ളിലേക്കൊരു വളവുണ്ടാവും. ഇത്ര അങ്ങോട്ട് ശരിയായില്ല, എന്നാലും ഒന്നുകൂടി വരയ്ക്കാം. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഏകദേശം ഇതാ ഈ ഒരു ഷേപ്പിൽ ഒരു വളവുണ്ടാവും, ഉള്ളിലേക്കൊരു വളവുണ്ടാവും. ഇതാണ് ഹോർഷൂ മാഗ്നറ്റ്. യു മാഗ്നറ്റ് അങ്ങനെ വളവൊന്നും ഉണ്ടാകും, നേരെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് മാസ്റ്റർ ഫോളോയിങ് ആയിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തായാലും ചോദിക്കും, പഠിച്ചു വെച്ചുകൂടാ. മാഗ്നറ്റ്സ് ഓരോ ടൈപ്പ് ഒന്നുകൂടി നോക്കാം. ഹോർഷൂ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. ഹോർഷൂ മാഗ്നറ്റ് മലയാള പേര് ലാടകാന്തം കേട്ടോ. മാഗ്നറ്റിക് നീഡിൽ, കാന്തിക സൂചി. ഓവൽ ഷേപ്പിലുള്ള ഓവൽ മാഗ്നറ്റ്, യു ഷേപ്പിലുള്ള യു മാഗ്നറ്റ്, യു കാന്തം. ഡിസ്ക് ഷേപ്പിലുള്ള ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് ഷേപ്പിൽ ഓട്ടയുള്ള ഉള്ളിലുള്ള തുളയുള്ളത് റിംഗ് മാഗ്നറ്റ്. സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം വരും കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത്, എന്തിനാണ് നമ്മൾ ഈ നോർത്തും സൗത്തും, ഒരു മാഗ്നറ്റിൽ 2 പോളുണ്ടല്ലോ, നോർത്തും സൗത്തും, തെക്കും വടക്കും, അല്ലെങ്കിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും എന്നൊക്കെ, എന്തിനാണ് നോർത്തും സൗത്തും നമ്മൾ വിളിക്കുന്നത്? അപ്പോൾ അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഭൂമിക്ക് എന്തുണ്ട് മക്കളെ? നോർത്തും സൗത്തും ഉണ്ട്, തെക്കും വടക്കും ഉണ്ട്. അതായിട്ട് ഈ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാൻഡ് എടുക്കുക, അതിലൊരു നൂല് കെട്ടിയിട്ട് നൂലിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബാർ മാഗ്നറ്റ് നിങ്ങൾ കെട്ടുക, അല്ലേ? ഇങ്ങനെ കെട്ടുക. അപ്പം ബാർ മാഗ്നറ്റിന് ഇങ്ങനെ ഇളകി കളിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇളകി കളിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പം പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ഭൂമിയുടെ ഒരറ്റം ഭൂമിയുടെ നോർത്തിലേക്ക്, ഭൂമിയുടെ നോർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഈ നോർത്തിലേക്ക്, തെക്കിലേക്ക് ആയിരിക്കും ചൂണ്ടുക. മറ്റേ അറ്റം ഭൂമിയുടെ സൗത്തിലേക്കായിരിക്കും ചൂണ്ടുക. മറ്റേ അറ്റം ഭൂമിയുടെ സൗത്തിലേക്കായിരിക്കും ചൂണ്ടുക. അതങ്ങനെ നിൽക്കുക. ഭൂമിയുടെ നോർത്തിലേക്ക് ചൂണ്ടുന്ന അറ്റത്തെ നമ്മൾ മാഗ്നറ്റിനെ നോർത്ത് പോളിന്ന് മാർക്ക് ചെയ്യും, അല്ലേ? അങ്ങനെയാണ് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യും. ഭൂമിയുടെ സൗത്ത് പോളിലേക്ക് ചൂണ്ടുന്നവനെ നമ്മൾ മാഗ്നറ്റിനെ സൗത്ത് പോളായിട്ട് മാർക്ക് ചെയ്യും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഒരു മാഗ്നറ്റ് വെറുതെ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ അത് ഏത് ദിശയിലായിരിക്കും നിൽക്കുക? ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. ഭൂമിയുടെ നോർത്തിലേക്ക് ഒരു അറ്റം ഉണ്ടാവും, സൗത്തിലേക്ക് മറ്റൊറ്റം ഉണ്ടാവും. ഭൂമിയുടെ തെക്കിലേക്ക് ഒരു അറ്റം ഉണ്ടാവും, വടക്കിലേക്ക് മറ്റൊറ്റം ഉണ്ടാവും. ആ രീതിയിലായിരിക്കും നിൽക്കുക. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കും, വെൻ എ ഫ്രീ ലീവ് മാഗ്നറ്റ് റൊട്ടേറ്റ്സ് വിച്ച് ഡയറക്ഷൻ വിൽ ഇറ്റ് പോയിന്റ്? ഏത് ദിശയിലേക്ക് അത് പോയിന്റ് ചെയ്യുക? ഭൂമിയുടെ എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, തെക്ക് വടക്ക് ദിശയിലേക്ക് എന്ന് പറയണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോർത്തും സൗത്തും എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചു, അത് വെച്ചിട്ട് ചോദ്യം വരും കേട്ടോ. സിമ്പിൾ കാര്യം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, 2 മാഗ്നറ്റ്സ് അടുത്ത് വന്നാൽ എന്താ സംഭവിക്കുക? 2 മാഗ്നറ്റ്സ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അട്രാക്ട് ചെയ്യാം, ആകർഷിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യാം, വികർഷിക്കാം. അതെങ്ങനെയാ സംഭവിക്കുക? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോർത്ത് പോളും സൗത്ത് പോളും, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളും മറ്റേ മാഗ്നറ്റിന്റെ സൗത്ത് പോളും, നോർത്തും സൗത്തും തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റ്സ് ഒട്ടും, അവരെ അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. പക്ഷേ ഒരേപോലത്തെ ആൾക്കാരെ നോർത്തുമോ ഒരേപോലത്തെ ആൾക്കാരെ സൗത്തുമോ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യും, അവർ തെറിച്ചു പോകും, വികർഷിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ? ഒരേപോലത്തെ അല്ലാത്ത ആൾക്കാർ നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. എന്നാൽ ഒരേപോലത്തെ ആൾക്കാർ നോർത്ത് സൗത്ത് എന്ന രീതി വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്ന എല്ലാവരും പഠിച്ചു വെക്കുക, വികർഷിക്കുകയാണ്, തെറിച്ചു പോവുക ചെയ്യുക. ഓക്കെ, ഈ ഒരേ പോലത്തെ അല്ലാത്ത പോൾസിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? അൺലൈക്ക് പോൾസ് എന്ന് പറയും. മലയാളത്തിൽ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയും. ഒരേപോലത്തെ ആയ പോൾസിനെ നമ്മൾ ലൈക്ക് പോൾസ് അഥവാ സജാതീയ ധ്രുവങ്ങൾ എന്ന് വിളിക്കും. അപ്പം അൺലൈക്ക് പോൾസ് വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും, വിജാതീയ ധ്രുവങ്ങൾ വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുകയും, ഒരേപോലത്തെ പോൾസായ ലൈക്ക് പോൾസ് വന്നു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ലൈക്ക് പോൾസ്, ഒരേപോലത്തെ പോൾസ് അഥവാ സജാതീയ ധ്രുവങ്ങൾ വന്നു കഴിഞ്ഞാൽ റിപ്പലാണ് ചെയ്യുക, വികർഷിക്കുകയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരേപോലത്തെ അല്ലാത്ത ഓപ്പോസിറ്റ്സ് അട്രാക്ട്സ് എന്ന് പറയില്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് എന്ത് ചെയ്യും? എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റിന്റെ കറക്റ്റ് പേര് അൺലൈക്ക് എന്നാണ് കേട്ടോ, വിജാതീയ ധ്രുവങ്ങൾ എന്നാണെന്നുള്ള ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്? അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ പഠിച്ചത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് പോൾ എന്താണെന്ന് പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പഠിച്ചു, മാഗ്നറ്റ് പല ടൈപ്പ് ഉണ്ട്, അതിൻ്റെ പേരുകൾ നമ്മൾ നോക്കി, എന്തുകൊണ്ടാണ് നോർത്തും സൗത്ത് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി, അല്ലേ? ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നതുകൊണ്ടാണ്, ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാഗ്നറ്റ് വേറെ വിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ നോർത്ത് സൗത്ത് വിളിക്കുന്നത് മനസ്സിലാക്കി. മാഗ്നറ്റ്സ് എപ്പോഴാണ് അട്രാക്ട് ചെയ്യുക, എപ്പോഴാണ് റിപ്പൽ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കി.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, വിച്ച് ഈസ് ടെമ്പററി മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. താൽക്കാലിക കാന്തവും സ്ഥിര കാന്തവും. മക്കളെ, നമ്മുടെ ബാർ മാഗ്നറ്റ് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, സ്ഥിര കാന്തമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ജനിക്കുമ്പോൾ മുതൽ, അത് ഉണ്ടാക്കിയപ്പോൾ മുതൽ അത് മരിക്കുന്നവരെ, അത് കേടാവുന്നവരെ, അത് ഇല്ലാതാക്കുന്നവരെ അതൊരു മാഗ്നറ്റ് ആയിട്ട് നിൽക്കും. അതെല്ലാത്തിനും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു സേഫ്റ്റി പിന്ന്, ഒരു പിന്ന് മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവച്ചാൽ മാഗ്നറ്റിനോട് അട്രാക്റ്റ് ആവുന്നുണ്ട് അല്ലേ, ഒട്ടിപ്പിടിക്കും. ആ ഒട്ടിപ്പിടിക്കുന്ന നിമിഷം മുതൽ ഈ മാഗ്നറ്റ് നമ്മൾ എടുത്ത് കളയുന്നവരെ അതെന്താണ്? ഒരു താൽക്കാലിക കാന്തമാണ്. ഈ ഒരു സേഫ്റ്റി പിന്ന് വേറെ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര നേരത്തേക്ക്? ജീവിതകാലം മൊത്തം പറ്റുമോ? ഇല്ലല്ല, അത് കുറച്ച് നേരത്തേക്ക് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കും. ഈ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈ സേഫ്റ്റി പിന്നെ എന്താവില്ല, അത് പെർമനന്റ് ആയിട്ട് ഇങ്ങനെ മാഗ്നറ്റ് ആയി നിൽക്കൊന്നുമില്ല, അതിൻ്റെ മാഗ്നറ്റ് പവറൊക്കെ പോകും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും. സ്ഥിരകാന്തങ്ങളുടെ പെർമനന്റ് മാഗ്നറ്റ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാർ മാഗ്നറ്റ്, നമ്മുടെ ബാർ കാന്തം, ഹോർസ് ഷൂ മാഗ്നറ്റ്, പിന്നെ നമ്മൾ പഠിച്ച എല്ലാ മാഗ്നറ്റുകളും, നമ്മൾ പഠിച്ച കുറേ മാഗ്നറ്റ്സ് ഇല്ലേ, റിംഗ് മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, ഒക്കെ പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്, സ്ഥിരകാന്തങ്ങളാണ്. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരകാന്തമാണ്, പെർമനന്റ് മാഗ്നറ്റ് മാത്രമല്ല, ഇത് നാച്ചുറലി ഒക്കറിങ് ആണ്, നമ്മുടെ പ്രകൃതിയിലുള്ള നാച്ചുറൽ മാഗ്നറ്റും കൂടിയാണ് കേട്ടോ, പ്രകൃതി കാന്തം കൂടിയാണ്. അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാന്തം നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് പ്രകൃതിയിൽ കിട്ടും, റോട്ടിലൊക്കെ കിട്ടും. നമ്മുടെ ഇവിടെ റോട്ടിൽ കിട്ടുന്ന വേറെ കൺട്രീസിലൊക്കെ കിട്ടും. എന്നാൽ ഈ നമ്മുടെ ഇങ്ങനത്തെ മാഗ്നറ്റ്സ് ഒക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമ്മൾ ഉണ്ടാക്കണം, ലാബിൽ ഉണ്ടാക്കണം. ഓക്കെ, ഇവരൊക്കെ പക്ഷേ സ്ഥിരകാന്തങ്ങളാണ്. എന്നാൽ ടെമ്പററി മാഗ്നറ്റ്സ് ആരൊക്കെയാണ്? എക്സാമ്പിൾ പഠിച്ചോ, സോഫ്റ്റ് അയൺ, നെയില് അല്ലെ, ആണി, പിന്ന്, ജെം ക്ലിപ്പ് അല്ലെ പേപ്പർ ക്ലിപ്പ്, ഇവരൊക്കെ എന്താണ്? ഇവർക്കൊക്കെ ടെമ്പററി ആയിട്ട് മാഗ്നറ്റ്സ് ആകാൻ പറ്റുള്ളൂ, പെർമനന്റ് ആയിട്ട് ഇവർക്ക് മാഗ്നറ്റ്സ് ആകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം പഠിച്ചോ, എക്സാമ്പിൾ പഠിച്ചോ, പരീക്ഷയിൽ ചോദിക്കൂട്ടോ. ഈ ഒരു സോഫ്റ്റ് അയണിന്റെ മലയാളം പേര് പച്ചിരുമ്പ് എന്നാണ്. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, ആണിയാണ്, പിന്നിന് പിന്നെന്ന് എഴുതി വെക്കുക, ക്ലിപ്പിന് ക്ലിപ്പ് തന്നെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം, വിച്ച് ഈസ് വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന് ഉണ്ടാക്കാൻ വേറൊരു വഴിയുണ്ട്. കറണ്ട് വെച്ചിട്ട്, ഇലക്ട്രിസിറ്റി വെച്ചിട്ട്, വൈദ്യുതി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ? ഒരു ബാറ്ററി എടുക്കാം, അതിലേക്ക് നമ്മളൊരു ക്ലിപ്പ് കണക്ട് ചെയ്തിട്ട് വയറും കൂടി എടുത്തിട്ട് ആ വയർ എന്ത് ചെയ്യുക? ഒരു കോപ്പർ വയറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ആ കോപ്പർ വയർ ഒരു ആണിയുടെ ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ചുറ്റി വൈൻഡ് ചെയ്യുക. അപ്പോൾ ഒന്നുമില്ല, ഒരു ബാറ്ററി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കോപ്പർ വയർ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ആണിയുടെ ചുറ്റും ഇങ്ങനെ നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാറ്ററി ഓൺ ആക്കിയാൽ ഈ ഒരു വയറിലൂടെ കറണ്ട് പോവും. ശരിയാണ്, വയറിലൂടെ കറണ്ട് പോവും. എന്ന് മാത്രമല്ല, ആ ഒരു നിമിഷം കറണ്ട് അതിൻ്റെ ചുറ്റും ഒഴുകുന്ന നിമിഷം ഈ ആണി എന്തായി മാറും മക്കളെ? ആണി ഒരു മാഗ്നറ്റായി മാറും. ഈ ആണി എന്തായി മാറും? ഒരു മാഗ്നറ്റായി മാറും. അവൻ്റെ ചുറ്റും കറണ്ട് കടന്നു പോകുമ്പോൾ അവൻ എന്താവും? ഒരു മാഗ്നറ്റായി മാറും. അങ്ങനത്തെ മാഗ്നറ്റുകളെ നമ്മൾ വിളിക്കും ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ. ഇലക്ട്രിസിറ്റി, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ മാഗ്നറ്റായി മാറുന്ന മെറ്റീരിയൽസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ അല്ലേ. വൈദ്യുതി കടന്നു പോകുമ്പോൾ കാന്തമായി മാറുന്നതാണ് വൈദ്യുത കാന്തം. അപ്പോൾ വൈദ്യുത കാന്തം എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. സിമ്പിളാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വെൻ ഇലക്ട്രിസിറ്റി പാസ് ത്രൂ എ കോപ്പർ വയർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് അറൗണ്ട് ഇറ്റ് ആൻഡ് നെയിൽ ബിക്കംസ് എ മാഗ്നറ്റ്. കോപ്പർ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ആ കാന്തിക മണ്ഡലം എഫക്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു നെയിലിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റുന്നു അല്ലേ. എന്താണ്? നെയിൽ ബിക്കംസ് എ മാഗ്നറ്റ്, നെയിൽ മാഗ്നറ്റ് ആവുന്നു. ദിസ് ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്ന എല്ലാവരും മനസ്സിലാക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ്സ് മാഗ്നറ്റിക് പവർ ഇസ് ടെമ്പററി. അവന്റെ മാഗ്നറ്റിക് ശക്തി ടെമ്പററി ആണ്. എന്തുകൊണ്ടാ? കാരണം ഈ കറണ്ട് ഒഴിവാക്കിയാൽ ഇവന്റെ മാഗ്നറ്റിക് പവറും പോകും. കറണ്ട് ഉള്ളപ്പോൾ മാത്രമേ ഇവന് മാഗ്നറ്റായി നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ താൽക്കാലികമാണ് കേട്ടോ. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ഇസ് കട്ട് ഓഫ്, ഇലക്ട്രിക് കറണ്ട് ഓഫ് ആക്കിയാൽ ദ ഇലക്ട്രോ മാഗ്നറ്റ് ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പവർ. അവന് മാഗ്നറ്റിക് പവർ ഒക്കെ പോകും. മലയാളത്തിൽ തന്നെയാണുള്ളത്. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം. അപ്പോൾ എന്താ, വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ല എന്താണ് വൈദ്യുത കാന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്.
തൽക്കാലത്തേക്കുള്ളതാണ് അല്ലേ. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ, കട്ട് ഓഫ് ചെയ്താൽ, ഓഫാക്കിയാൽ വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം, ഇലക്ട്രോ മാഗ്നറ്റ് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണോ ടെമ്പററി മാഗ്നറ്റ് ആണോ? പഠിച്ചു വെച്ചോ, ടെമ്പററി മാഗ്നറ്റ് ആണ് അല്ലേ, താൽക്കാലിക കാന്തമാണ്. കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രം അവൻ മാഗ്നറ്റ് ആവുന്നു, കറണ്ട് ഇല്ലാത്തപ്പോൾ അവൻ മാഗ്നറ്റ് അല്ല. എല്ലാവരും കൂടെ പഠിച്ചു വെച്ചാൽ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ഈ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അല്ലേ, പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൺ ഷോട്ടിൽ ഞാൻ ബാച്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്കൊരു കാര്യം ബാക്കിയുള്ളത് ചോദ്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ഈ റിവിഷൻ നിങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി. എക്സാമിൻ്റെ മുൻപ് തലേന്ന് നിങ്ങൾ ലൈവിൽ വരുന്നതിന് മുമ്പ് ഒന്നും കൂടി ഇതിൻ്റെ നോട്ട്സൊക്കെ ഉപയോഗിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യും, ഫുൾ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകും. ചോദ്യങ്ങൾ കൂടെ പഠിച്ചു പോയ മക്കളെ പരീക്ഷയിൽ A+ എളുപ്പം കിട്ടും. പിന്നെ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്യണമെങ്കിൽ, നേരത്തെ പരീക്ഷയിൽ നമ്മൾ തലേന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബാച്ചിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കോർണറിൽ ലൈവ് ക്ലാസ്സിൽ ഫുൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇനി ഇപ്പം കാണാൻ തുടങ്ങുന്നവർ ഇപ്പം കാണാൻ പോകേണ്ട സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കോർണറുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെ കിട്ടും. പിന്നെ എക്സാമിന് തലേന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒരു റിവിഷൻ പോലെ ആയിരിക്കും. ഇപ്പോൾ ബാച്ചിലൊക്കെ പഠിക്കുന്നവരാണ് അതും കൂടി ചെയ്തേക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നല്ലൊരു ടൈമാണ് ഇപ്പം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറൊക്കെ നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓണം എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസും പബ്ലിക്കൊക്കെ വരില്ലേ, അതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ് ഓരോ ചാപ്റ്ററിനെയും ഓരോ 2 പാർട്ട് 3 പാർട്ടൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ലൈവായിട്ട് രസമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരും. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റസസിലെ ചോദ്യങ്ങളും അതല്ലാതെ എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തു തരും. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, വളരെ കുറവായിട്ടുള്ള ഫീസേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇനിയുള്ള എക്സാംസിനൊക്കെ അടിപൊളി ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആകെ ചെയ്യാനുള്ളത് എന്താണ്, പരീക്ഷ പോയി അടിപൊളിയായിട്ട് എഴുതുക. എക്സാമിനർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലിലുള്ള ലൈവ് ക്ലാസ്സിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാക്കണ്ട. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്തിട്ട് പോകണമെങ്കിൽ പരീക്ഷയിൽ എന്തായാലും A+ ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് മക്കളെ.